ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തിയാണ്. ഈ ഒരു മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പോളം വെള്ളപ്പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് വെള്ളപ്പയർ എന്ന് പറയുമ്പോൾ മമ്പയർ എന്നും പറയും. അപ്പോൾ ആ ഒരു പയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്ന് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ വെന്ത് വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ല മധുരത്തോടു കൂടിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 350 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ അതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം റാഗിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു റാഗിപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ റാഗി ആണെങ്കിൽ അത് മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റാഗി കൊണ്ടുള്ളതൊന്നും കഴിക്കാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. റാഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം റാഗിപ്പൊടി എടുത്തതിന് ഞാൻ 250 ml കപ്പിന് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പയറുണ്ടല്ലോ, അത് ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തോടു കൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ലപോലെ തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരണം കേട്ടോ. നല്ലപോലെ ഇപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റോളം തന്നെ തിളപ്പിക്കണം കേട്ടോ. എന്നാലേ ആ ഒരു റാഗിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു റാഗിപ്പൊടി നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കുടിക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതല്ല കുറച്ചും കൂടി തിക്കാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു റാഗിപ്പൊടി നല്ലപോലെ തിളച്ച് കുറച്ചൊക്കെ തിക്കായി വന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പോളം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കേട്ടോ. നിങ്ങൾക്ക് പാക്കറ്റ് പാലിലും ഇത് ചെയ്തെടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കട്ടിയായിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാക്കറ്റ് പാലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് തിളപ്പിച്ചെടുക്കരുതേ.
അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പായസം ഇരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലായി കിട്ടും. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊന്നും വറുത്തിടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ടീസ്പൂണോളം നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചെറിയ ചൂടോടുകൂടെ വേണമെങ്കിലും കുടിക്കാം, അല്ലെങ്കിൽ നല്ലപോലെ തണുത്തിട്ട് വേണമെങ്കിലും കുടിക്കാം കേട്ടോ. ഇപ്പോൾ അതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പായസം കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. എന്നാലും ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റാഗിപ്പൊടിയും വെള്ളപ്പയറൊക്കെ വെച്ചിട്ട് കുറഞ്ഞ ചേരുവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.